ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് ഓൾറെഡി എൻഡായിപ്പോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ് ഇഷ്യൂസ് ഇതെല്ലാം ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ അവസാനിച്ച് പോയൊരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്റ്റിൻ്റെ വേദനകളെല്ലാം ഹീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായിപ്പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം അതിനെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ലൈഫിൽ ഒറ്റയ്ക്കായി പോയ സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. അപ്പം അതിനെല്ലാം ഹീൽ ചെയ്യുന്ന ഒരു ടൈം പീരീഡായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ സോൾ ഇപ്പോൾ റെജുനേറ്റ് ചെയ്യുന്ന ഒരു ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ചുറ്റും ഒരുപാട് പ്രോബ്ലംസുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആക്ഷൻ എടുത്ത് ഡിസിഷനിലേക്ക് മാറാനോ ഒന്നും സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, ഈ ഒരു സാഹചര്യം എങ്ങനെയും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. അപ്പം നിങ്ങൾ ദൈവവുമായി കൂടുതൽ അടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നു. അപ്പം ഏത് വിധേനയും അവരുടെ ഭാഗം ക്ലിയർ ആക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കണ്ണുനീരിനൊന്നും യാതൊരു വാല്യൂം തരാത്ത ഒരു വ്യക്തിയാണ്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കടന്നു പോയിട്ടുള്ളത്. മേ ബി മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി ഇഷ്യൂ ആയിരിക്കാം. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് കടന്നു കളഞ്ഞ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ചില ട്രോമകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം അതെല്ലാം ഹീൽ ചെയ്യുന്ന ഒരു ടൈം പീരീഡായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളെ പിറകിൽ നിന്ന് കുത്തി വീഴ്ത്തിയിട്ടാണ് ഈ ഒരു പേഴ്സൺ കടന്നു കളഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേദനിക്കുമെന്നറിയാം. ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു പേഴ്സണായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ തകർത്തിട്ടാണ് ഈ ഒരു വ്യക്തി കടന്നു പോയത്. അപ്പം ആ ഒരു എനർജിയും എനിക്കിവിടെ കിട്ടുന്നു. എന്തായാലും നിങ്ങളോട് നീതി കാട്ടാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നീതിപൂർവമായിട്ടുള്ള തീരുമാനങ്ങളല്ല ഈ ഒരു വ്യക്തി ലൈഫിൽ സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനിക്കേണ്ട സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു കർമ്മ ഈ ഒരു വ്യക്തിക്ക് എന്തായാലും തിരിച്ചു കിട്ടാതിരിക്കില്ല. അപ്പം അതെന്തായാലും ഈ ഒരു വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നതാണ്. കാരണം നിങ്ങളുടെ വേദന അത് ഈ ഒരു വ്യക്തിക്ക് ഒരു ശാപമായി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിരിക്കുന്നു. അതിൻ്റെ വേദന ഇതുവരെയും നിങ്ങൾ ഹീലാക്കിയിട്ടില്ല, അല്ലെ ഹീലായിട്ടില്ല. അത് ഹീലാകുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പം ഇപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കരുത് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ നിങ്ങളുടെ സോളിനെ ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു സമയം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫ് അവസാനിച്ചു പോയി, മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു കാർഡിൽ ഈ ഒരു വ്യക്തി, അതായത് എല്ലാം നഷ്ടമായ രീതിയിൽ കിടക്കുകയാണ്.
ഈ ഒരു വ്യക്തിയുടെ ലൈഫിലെ എല്ലാ ഇരുട്ടുകളും മാറി വെളിച്ചം വരുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി വിചാരിക്കുന്നു, എൻ്റെ ലൈഫ് ഇനിയും ഇവിടെ വെച്ച് തീർന്നു, അവസാനിച്ചു പോയി എന്ന് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു റീബർത്താണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഒരു പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നതാണ്. കാരണം പാസ്റ്റിൻ്റെ വേദനകളിൽ നിന്നാണല്ലോ നമ്മൾ ലെസൺസ് പഠിച്ച് ഫ്യൂച്ചറിലേക്ക് പോകുന്നത്. അപ്പം എന്തായാലും ഇതൊരു റീബർത്ത് ഫേസ് ആണ് നിങ്ങളുടെ. അപ്പം പാസ്റ്റിൻ്റെ വേദനകളെല്ലാം ഹീൽ ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അതൊരു ട്രോമയായിട്ട് നിലനിൽക്കുന്നതാണ്. കാരണം ഫ്യൂച്ചറിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. പാസ്റ്റിൻ്റെ വേദനകൾ നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇട്ടു, പക്ഷേ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്ത്? ഞാൻ ഇത്രയൊക്കെ സമയവും എനർജിയും എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഹാപ്പി ഫേസിന് വേണ്ടിയിട്ട് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഫാമിലി ലൈഫ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പം എന്തായാലും ഇവിടെ നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ്, അതായത് നിങ്ങൾ വളരെയധികം ക്ഷമയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നു. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു വ്യക്തി തൻ്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് കടന്നിരിക്കുകയാണ്. ഇത്രയും കാലം ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാതെ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാതെ ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി ജീവിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അത് ഈ ഒരു വ്യക്തി തൻ്റെ ഫ്യൂച്ചറിനെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു വ്യക്തി ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴുള്ളത്. അപ്പം എന്തായാലും തൻ്റെ കംഫർട്ട് സോൺ വിട്ട് ആ ഒരു വ്യക്തി പുറത്ത് കടന്നിരിക്കുകയാണ്. വൈകാതെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞ വ്യക്തി ആയിരിക്കാം. അപ്പം വേറെയും സന്തോഷങ്ങൾ ആ ഒരു വ്യക്തിക്ക് കിട്ടുമെന്നുള്ള രീതിയിലല്ലേ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയത്. പക്ഷേ പോയിടത്തൊന്നും വലിയ സ്വീകാര്യതയൊന്നും ഈ ഒരു പേഴ്സണിന് ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ വാല്യൂ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് ചുറ്റും സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ വളരെയധികം ആലോചനയിലാണ്. ഫ്യൂച്ചറിനെ പറ്റി, ഫ്യൂച്ചർ ഇനി എന്താകും എന്നുള്ള ആലോചനയായിരിക്കാം. അപ്പം എന്തായാലും വളരെയധികം ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. കാരണം നിങ്ങളെ മനഃപൂർവ്വം നഷ്ടമാക്കിയിട്ടായിരിക്കുമല്ലോ ഈ വേറൊരു സിറ്റുവേഷനിലേക്ക് ആ ഒരു വ്യക്തി പോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു വേദന അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റിയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഇത് എൻ്റെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന അവരുടെ സ്നേഹം പിന്നെയും കൈമാറണം എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്താണ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നിങ്ങളിൽ നിന്ന് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നു. അപ്പം അടുത്തുള്ള സമയത്ത് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായി കാണണമെന്നില്ല. ഇപ്പോൾ ദൂരെ നിൽക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അവർ ചെന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ഒട്ടും ഹാപ്പി ആയിട്ടല്ല ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി അക്കരപ്പച്ച കണ്ടിട്ടായിരിക്കാം അങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ചെന്ന സ്ഥലത്ത് ആ ഒരു വ്യക്തിക്ക് വേണ്ട സ്വീകാര്യതയൊന്നും ലഭിച്ചിട്ടും ഉണ്ടാവില്ല.
അപ്പം എന്തായാലും ഇവിടെ ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. വളരെയധികം മാനസിക വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് പിന്നെയും കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇവിടെ നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഹീല് ചെയ്യിക്കുക. അപ്പം അതിന് വേണ്ടത് നിങ്ങൾ പാസ്റ്റിൻ്റെ വേദനകൾ മറന്ന് കളയുക. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്ത് പോയ പേഴ്സണായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ തകർത്തിട്ട് പോയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. അപ്പം അത് ഇതുവരെയും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം അതൊക്കെ വളരെ നല്ലതാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഹീല് ചെയ്യിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അതായത് ഈ ഒരു സമയം നിങ്ങൾക്ക് റീബർത്ത് ഫേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളിനെ റെജുനേറ്റ് ചെയ്യിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, ഞാൻ ഇത്രയൊക്കെ വെയിറ്റ് ചെയ്തിട്ടും എനിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ എഫേർട്സ് ഇട്ടു എനിക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇവിടെ എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന എന്തെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം ആ ഒരു സാഹചര്യം എന്തായാലും ഇവിടെ ചേഞ്ച് ആവുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ പറയുകയാണെങ്കിൽ നമ്പർ 13, നമ്പർ 4, നമ്പർ 10, നമ്പർ 7, നമ്പർ 3, നമ്പർ 11, നമ്പർ 3, നമ്പർ 2. ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് ഈ ഒരു സമയം പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? എല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കേട്ടോ. ഇനിയും റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. നിന്റെ മൗനം ഞാൻ അറിയുന്നു, നിന്റെ മനസ്സിൽ മറഞ്ഞിരിക്കുന്ന വേദനകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നമ്മുടെ ഭാവിയിലേക്ക് നോക്കുകയാണ്. എനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് പ്രതീക്ഷകളുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി നൽകാനും നിനക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകാനും ഞാൻ തയ്യാറാണ്. നീയുമായി ഒരു പുതിയ തുടക്കം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടാകാം. എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫേസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും വരാൻ പോകുന്നത് പുതിയ തുടക്കങ്ങളാണ്. നിങ്ങൾ ഭയമില്ലാതെ മുന്നോട്ട് പോവുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ടും മറക്കരുത്.